ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബലൂൺ പൊട്ടിക്കുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ബലൂൺ പൊട്ടിക്കുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ നമ്മൾ ഗിൽറ്റൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബലൂൺ റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗിൽറ്റൊക്കെ ഓടെ തെറിക്കുന്നത് കാണാം. അപ്പോൾ അതൊരു നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിധത്തിലേക്ക് ചെയ്യുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ FSi6 റിമോട്ട് കൺട്രോളും അതേപോലെ സെർവോ കൺട്രോളും യൂസ് ചെയ്താണ് നമ്മളിത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് FS66 നമ്മളെ ഡ്രോണിനൊക്കെ യൂസ് ചെയ്ത റിമോട്ട് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ റേഞ്ച് വരും. അവർ നമുക്ക് മറിഞ്ഞ് നിന്നൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ പൊട്ടിക്കണമെങ്കിലൊക്കെ നമുക്ക് ഏത് മറവൊന്നും ആവശ്യമില്ല. അപ്പോൾ 2 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ നമുക്കിത് പൊട്ടിക്കാം. അങ്ങനത്തെ വിധത്തിൽ സെറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഈ റിമോട്ട് നമ്മൾ യൂസ് ചെയ്ത് പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ ചെറിയ ഗിൽറ്റൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഗിൽറ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് ചെറുതാക്കി പീസാക്കി എടുത്തിട്ട് ഈ ഒരു ബലൂണിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ പോലെ ഊതി വീർപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗിൽറ്റൊക്കെ അതിൽ കൊടുക്കും. പിന്നെ ഈ ബലൂൺ പൊട്ടുന്ന സമയത്ത് മാത്രമേ ഇത് തെറിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഗിൽറ്റ് നമ്മൾ കളർഫുള്ളായിട്ട് എടുക്കുന്ന വിധത്തിൽ ഏത് കളറും നമുക്ക് യൂസ് ചെയ്ത് അപ്പോൾ ഈ ഒരു റിമോട്ട് കൺട്രോളിൽ ഞാൻ ഒരു ചാനൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 6 ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 ചാനലിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്തിട്ട് 6 ബലൂൺ വെച്ചിട്ട് നമുക്ക് വെവ്വേറെ സ്ഥലത്ത് നിന്ന് ഓരോ ടൈമിന് ഏതാ പൊട്ടിക്കുകയെന്ന് വെച്ചാൽ കറക്റ്റ് പൊട്ടിക്കുക. അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ യൂസ് ചെയ്ത് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ ഗിൽറ്റ് നമ്മൾ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബലൂൺ സെറ്റായി. അപ്പോൾ നമ്മുടെ സെർവോ മോട്ടർ നമ്മൾ ചെറിയൊരു തൂണിൻ്റെ മുകളിൽ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വെക്കണമെന്ന് വെച്ചാൽ അതുപോലെ കറക്റ്റാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു തൂണ് ഇവിടെ ഉള്ളതുകൊണ്ട് തൂണിൻ്റെ സൈഡിലാണ് ഒട്ടിച്ചത്, ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട്. അപ്പോൾ അപ്പോൾ സെർവോൻ്റെ ആ ഒരു നീഡിൽ നമുക്ക് നേരെ വെക്കുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ നീഡിൽ നമുക്ക് എങ്ങനെയും മാറ്റാം, സ്ക്രൂ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ റിമോട്ട് ബാക്കോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സെറ്റ് ചെയ്യും അതിൻ്റെ നോബ്. ആ ഒരു നോബിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് എന്തെങ്കിലും കൂർപ്പിള ഒന്നെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്ന് അല്ലെങ്കിൽ ക്വാർട്ടർ പിൻ ഏതെങ്കിലും മുള്ളാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർപ്പ് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റിംഗ് നടത്തിയതാണ്. നമുക്ക് കോർപ്പില്ലാത്തൊരു ഭാഗം വെച്ചിട്ട് നമ്മൾ വളച്ച് വെച്ചതായിരുന്നു. അപ്പോൾ എങ്ങനെ വർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ബലൂൺ അവിടെ ഒട്ടിച്ചു. ഇനി അതിന് പകരം നമ്മൾ ഒരു മുള്ളാണിയോ എന്തെങ്കിലും കോർപ്പുള്ള സാധനം വെക്കണം. അപ്പോൾ ഇത് നമ്മൾ വളച്ച് വെച്ചതാണ്. അപ്പോൾ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ബാക്കോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഒരു ബലൂണിലേക്ക് പ്രസ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിധത്തിൽ നമുക്ക് മുള്ളാണിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല കോർപ്പുണ്ടാകുമ്പോൾ കറക്റ്റ് കുത്തിക്കഴിഞ്ഞാൽ പൊട്ടുന്ന വിധത്തിലായിരിക്കണം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റെഡ് ബലൂണിലൊക്കെ നിറച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ എടുക്കാൻ പ്ലേ ആയിരുന്നില്ലായിരുന്നു. അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ അതുപോലെ തന്നെ റോസ് ബലൂൺ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ഇരിക്കണം. ഓക്കെ, ബൈ, സി യു.